നമസ്കാരം. ജീവനക്കാരുടെ ശമ്പളം ബോധപൂർവം വൈകിപ്പിക്കുന്നതായി പരാതി. മേനകയിലെ സിൽക്കോൺ ജീവനക്കാരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 6 ജീവനക്കാരുടെ ശമ്പളം നൽകാതെ പിടിച്ചു വെച്ചിരിക്കുന്നുവെന്നാണ് ആരോപണം. ലേബർ കോടതിയിലാണ് ജീവനക്കാർ പരാതി നൽകിയിരിക്കുന്നത്. ബില്ലിംഗുമായി ബന്ധപ്പെട്ടുണ്ടായ പിശകിൽ സ്ഥാപനത്തിന് പണനഷ്ടമുണ്ടായെന്ന് അവകാശപ്പെട്ടാണ് ശമ്പളം നൽകാതെ ദ്രോഹിക്കുന്നതെന്നാണ് ജീവനക്കാർ പറയുന്നത്. 1 വർഷമായി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കെതിരെയാണ് അന്യായ നടപടി. സംഭവത്തിൽ പരാതി നൽകാനെത്തിയ ജീവനക്കാരെ പോലീസ് കയ്യേറ്റം ചെയ്തതായും ആരോപണമുണ്ട്. സ്ഥാപനത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പരാതി നൽകിയിരിക്കുന്ന ജീവനക്കാർ ഉന്നയിക്കുന്നത്. 10 മണിക്കൂറായിരുന്നു ജോലി സമയമായി ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നതെന്നും എന്നാൽ പിന്നീട് അത് 12 മണിക്കൂറായി കൂട്ടിയതായും പരാതിയിൽ പറയുന്നു. അധിക സമയം ജോലി ചെയ്ത ശമ്പളവും മുടങ്ങി എന്നാണ് ഇവർ പറയുന്നത്. പണം ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 16 ബില്ലിംഗുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളാണ് ജീവനക്കാർക്കെതിരെ നടപടിയുണ്ടാകാൻ കാരണമായത്. അന്നേ ദിവസം ബില്ലിംഗ് കൗണ്ടറിലുണ്ടായിരുന്ന 6 ജീവനക്കാർക്കെതിരെയാണ് നടപടി. ബിൽ ചെയ്യുന്നതിനിടെ പറ്റിയ അബദ്ധമാണ് സ്ഥാപനത്തിന്റെ അന്യായമായ നടപടിക്ക് കാരണമായത്. ബില്ലിൽ ഒരക്കം മാറിപ്പോവുകയായിരുന്നു. 1105 രൂപയ്ക്ക് പകരം 11,105 രൂപയാണ് ജീവനക്കാരൻ ബില്ല് ചെയ്തത്. സ്ഥാപനത്തിൽ നല്ല തിരക്കുള്ള സമയത്ത് പറ്റിയ അബദ്ധമായിരുന്നുവെന്ന് ജീവനക്കാർ തുറന്നു പറയുന്നുണ്ട്. തുക അധികമായ കാര്യം ഉപഭോക്താവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം ഉപഭോക്താവ് പണം അധികം നഷ്ടമായ പരാതിയുമായി സ്ഥാപനത്തിലെത്തി. തുടർന്ന് ഉപഭോക്താവിന്റെ നഷ്ടമായ തുക മടക്കി നൽകി. എന്നാൽ നഷ്ടമായ തുക അന്നേ ദിവസം ബില്ലിംഗ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ നൽകണമെന്ന വിചിത്രമായ നടപടി സ്ഥാപനം സ്വീകരിച്ചതോടെ ജീവനക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സ്ഥാപനത്തിന് നഷ്ടമായ തുക ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ഈടാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഉപഭോക്താവ് വാങ്ങിയ സാധനത്തിന്റെ തുക സ്ഥാപനത്തിന് നഷ്ടമായിട്ടില്ലെന്നും അധികമായി അക്കൗണ്ടിൽ കയറിയ തുക മടക്കി നൽകുകയാണ് ഉണ്ടായതെന്നും ജീവനക്കാർ പറയുന്നു. എന്നാൽ ഈ തുക ജീവനക്കാർ നൽകണമെന്നാണ് സ്ഥാപനത്തിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ശമ്പളം ചോദിച്ചെത്തിയപ്പോൾ മാനേജർ വളരെ മോശമായിട്ടാണ് പെരുമാറിയതെന്നും പരാതിക്കാർ പറയുന്നു. ഫെബ്രുവരി 26 ബ്രാഞ്ച് മാനേജർമാരുടെ മീറ്റിംഗിൽ വെച്ച് കമ്പനി അക്കൗണ്ടിൽ അധിക തുക കയറിയതായി സ്ഥാപനത്തിന്റെ അക്കൗണ്ടന്റ് വെളിപ്പെടുത്തിയതായി ജീവനക്കാർ പറയുന്നു. എന്നാൽ മാർച്ച് 8 ശമ്പളം ആവശ്യപ്പെട്ടപ്പോൾ അക്കൗണ്ടന്റ് മീറ്റിംഗിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുകയായിരുന്നുവെന്നും ആരോപണമുണ്ട്. സ്ഥാപനത്തിൽ അക്കൗണ്ടിൽ അധിക തുക കയറിയിട്ടില്ലെന്നും അതിനാലാണ് ശമ്പളം നൽകാത്തതെന്നുമായിരുന്നു മറുപടി. ജീവനക്കാർ പണം മോഷ്ടിച്ചുവെന്നാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി. എന്നാൽ ജീവനക്കാർ പണം മോഷ്ടിച്ചുവെന്ന് തെളിയിക്കുന്ന ഒരു രേഖകളും കണ്ടെത്താനായിട്ടില്ല. സ്ഥാപനത്തിന്റെ അകത്തും പുറത്തുമായി നിരവധി ക്യാമറകൾ ഉള്ളപ്പോൾ 6 പേർ ചേർന്ന് കാശ് മോഷ്ടിച്ചുവെങ്കിൽ അത് തെളിയിക്കാൻ കഴിയില്ലേ എന്നും ജീവനക്കാർ ചോദിക്കുന്നു.